നിറഞ്ഞ മനസ്സുമായി ചുറ്റും നിന്നവരെ സാക്ഷിയാക്കി 25 വധൂവരന്മാർ പത്തനാപുരം ഗാന്ധിഭവന്റെ തിരുമുറ്റത്ത് വരണമാല്യം ചാർത്തി. വേൾഡ് മലയാളി കൗൺസിൽ ഫിലാഡൽഫിയ പ്രോവിൻസിന്റെ ആഭിമുഖ്യത്തിലാണ് പത്തനാപുരം ഗാന്ധിഭവന്റെ സഹകരണത്തോടെ നിർധന യുവതികൾക്ക് മംഗല്യഭാഗ്യം ഒരുക്കിയത്. വേൾഡ് മലയാളി കൗൺസിലിന്റെ 30ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു പത്തനാപുരത്ത് ഈ സമൂഹ വിവാഹം. അതിരാവിലെ തന്നെ വധൂവരന്മാർ ഗാന്ധിഭവനിലെത്തി. അവർ കണിയാനുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും സംഘാടകർ കരുതി. അണിഞ്ഞൊരുങ്ങിയെത്തിയവർക്ക് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയിൽ സ്വീകരണം. പ്രത്യേകം തയ്യാറാക്കിയ കതിർമണ്ഡപത്തിൽ ഓരോ വിവാഹങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നടന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ, എം.പിമാരായ കൊടിക്കുന്നിൽ സുരേഷ്, എൻ.കെ. പ്രേമചന്ദ്രൻ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിന് സാക്ഷിയാകാനെത്തി. താലിമാലയും മോതിരവും വളയും ഉൾപ്പെട്ട സ്വർണ്ണാഭരണങ്ങളും യാത്രാ ചെലവും വരെ വഹിച്ചത് വേൾഡ് മലയാളി കൗൺസിൽ ഫിലാഡൽഫിയ പ്രൊവിൻസ് തന്നെ. ശേഷം വിഭവസമൃദ്ധമായ വിവാഹ സദ്യയും. 370 നിർധന യുവതികളുടെ വിവാഹത്തിനാണ് ഇതിനോടകം ഗാന്ധിഭവൻ വേദിയായത്. ഇതുകൊണ്ട് ഗാന്ധിഭവൻ ഉദ്ദേശിക്കുന്നത് വിവാഹം കഴിച്ചിട്ട് ഈ ദമ്പതികൾ ആർക്കെങ്കിലും ഒരാൾക്ക് തൊഴിൽ കൊടുക്കാനൊക്കെ ഒരു വിചാരിച്ചാൽ നടക്കും. അത് ഒരു മാതൃകയായി ഈ സമൂഹത്തിലെ സമ്പന്നരായ ആളുകൾ കാണട്ടെ, കണ്ടങ്ങനെ ചെയ്യട്ടെ എന്നൊരു സന്ദേശം കൂടിയാണ്. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ചെയർമാൻ ഗോപാലപിള്ള, പ്രസിഡന്റ് ജോൺ മത്തായി, ജനറൽ സെക്രട്ടറി ക്രിസ്റ്റഫർ വർഗീസ്, ഫിലാഡൽഫിയ പ്രസിഡന്റ് നൈനാൻ മത്തായി എന്നിവർ നേതൃത്വം നൽകി. 24 കൊട്ടാരക്കര. എന്തായാലും ഗാന്ധിഭവൻ ചെയ്തത് നല്ല കാര്യം, വേൾഡ് മലയാളി കൗൺസിൽ ചെയ്തു, ഫിലാഡൽഫിയ പ്രോവിൻസ് ചെയ്തതും നല്ല കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.